നമസ്കാരം. അതുവഴി ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ കോഴി ഫാം കർഷകരുടെ സംഘടന സംസ്ഥാന ഭാരവാഹികളാണ് ഇത്. എൻ്റെ പേര് കാദറിൻ്റെ മറ്റുള്ളൊരു കെട്ടിയുമ്പർ സെയ്ത് മണലായ ഷബീർ അലി. കേരളത്തിൽ 4 ലക്ഷത്തോളം കോഴി ഫാം കർഷകരുണ്ട്. ആ കർഷകരെ ആശ്രയിച്ചുകൊണ്ട് 12 ലക്ഷത്തോളം ആളുകൾക്ക് ഉപജീവന മാർഗമായി സ്വീകരിച്ചു പോരുന്ന ഒരു തൊഴിൽ മേഖലയാണ് ബ്രോയിലർ കോഴി വളർത്തൽ മേഖല എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഫാം മേഖലയിൽ. 2017 ഇറങ്ങിയ ഒരു ഉത്തരവിൻ്റെ മറവിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും റവന്യൂ ഫാമുകളിലൂടെ കയറി അളന്ന് തിട്ടപ്പെടുത്തി വലിയ തോതിലുള്ള നോട്ടീസുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 500 കോഴികളെ വളർത്തുന്നതിന് മുകളിലുള്ള എല്ലാ ഫാമുകളും ആഡംബര ഇനത്തിൽ അല്ലെങ്കിൽ വ്യവസായ വകുപ്പിൻ്റെ ആ ഒരു ഗണത്തിലാണ് പെടുന്നത്. അതുകൊണ്ട് തന്നെ 4 സിമൻറ്റ് കാലിൽ സൈഡ് നെറ്റൊക്കെ വെച്ച് തയ്യാറാക്കുന്ന, മുകളിൽ ദാർപ്പായോ അല്ലെങ്കിൽ തകര ഷീറ്റോ ഒക്കെ വെച്ച് തയ്യാറാക്കുന്ന താൽക്കാലിക ഷെഡുകളെ വലിയ തോതിലുള്ള ആഡംബര ഷെഡുകളാക്കി കണക്കാക്കിക്കൊണ്ടുള്ള ഒരു നികുതിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള നികുതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നാളെ നമ്മൾ നടത്താൻ വേണ്ടി പോവുകയാണ്. അതിന് പ്രധാനമായ കാരണം ഒന്ന് വരുന്നത്, കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായി കളക്ടറേറ്റിലേക്കും സെക്രട്ടേറിയറ്റ് മാർച്ചത്തിന് മുമ്പൊന്ന് നടത്തി, അതുപോലെ സെക്രട്ടേറിയറ്റ് ധർണ നടത്തിക്കൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടത് കോഴി വളർത്തൽ മേഖല കാർഷിക വകുപ്പിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇവിടെയുള്ള കോഴി ഫാം ഉടമകളെയും ഈ കർഷകരെ കൃഷിക്കാരായി പരിഗണിച്ചുകൊണ്ട് മറ്റു കർഷകർക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ കർഷകർക്കും ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാ വകുപ്പ് തല മേധാവികളെയും ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നിവേദനങ്ങൾ നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഈ ബജറ്റ് കഴിഞ്ഞിട്ടായാലും ഈ സമയം വരെ കോഴി കർഷകരെ പരിഗണിക്കുന്ന തരത്തിലുള്ള യാതൊരു നിർദ്ദേശവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, നികുതി പിരിവ് കർക്കശമാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് കോഴി ഫാമുകളെ അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള നികുതി ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു ശക്തമായ മുന്നേറ്റമാണ് കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന KPFA-യും പോൾട്രി വെൽഫെയർ അസോസിയേഷൻ അതുപോലെയുള്ള സമാന ചിന്താഗതിയായിട്ടുള്ള മുഴുവൻ കോഴി ഫാം കർഷക മേഖലയിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റികളെയും ചെറുകിട സംഘങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംയുക്തമായ ഒരു വലിയ മുന്നേറ്റം, വലിയ കർഷക മുന്നേറ്റം നടത്തിക്കൊണ്ട് 10,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് നാളെ 10 മണിക്ക് നടത്താൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ സാറാണ്. അതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ സാർ, ഉബൈദുള്ള MLA, നമ്മുടെ KPFA-യുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള AKM അഷ്റഫ് MLA, ആര്യടൻ ഷൗക്കത്ത് MLA അവർ, അതുപോലെയുള്ള മറ്റു രാഷ്ട്രീയ സാംസ്കാരിക നായകരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചാണ് നടത്തുന്നത്. അപ്പോൾ അതിന് ഒന്ന് നാളത്തെ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് റെഗുലേറ്റേഴ്സ് കൂടിയായ ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ കേരളത്തിലെ ഹൈക്കോടതിയേക്കാൾ സാമൂഹികമായ കാര്യങ്ങൾ ഇടപെടുന്ന ഒരു പ്രസ് സംവിധാനമാണ് ട്രിവാൻഡ്രത്ത് പ്രത്യേകിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇതിന് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല. കേരളത്തിലെ ലക്ഷക്കണക്കിന് കോഴി വളർത്തുന്ന കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി
കഴിഞ്ഞ 15 വർഷത്തോളമായി നിരന്തരം സമരങ്ങളും പ്രഖ്യാപനങ്ങളും നിവേദനങ്ങളും ഒക്കെ സമർപ്പിച്ച് വരികയാണ് ഈ സംഘടന. അതുപോലെ തന്നെ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന പൗൾട്രി ഫാമേഴ്സ് വെൽഫെയർ അസോസിയേഷനും കൂട്ടത്തിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു ചെറുകിട കർഷക സംഘടനകളും ഒക്കെ സംയുക്തമായിട്ടാണ് നാളെ ഞങ്ങളുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇതിൽ ഞങ്ങൾ ആദ്യമായും ഉന്നയിക്കുന്നത് കോഴി വളർത്തലിനെ കൃഷിയായി അംഗീകരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിൽ പലതരത്തിലുള്ള കൃഷിയുണ്ട്. പന്നി വളർത്തുന്നുണ്ട്, പശു വളർത്തുന്നുണ്ട്, ആടുകളെ വളർത്തുന്നുണ്ട്. അതുപോലെ മനുഷ്യന് ആഹാരത്തിന് ഉപയോഗിക്കുന്ന വിവിധ ജീവികളെ വളർത്തുന്ന സംവിധാനങ്ങളുണ്ട്. അതൊക്കെ കൃഷിയായിട്ട് ഗവൺമെൻറ് അംഗീകരിക്കുന്നു. അവർക്ക് കർഷകർക്കുള്ള കൃഷിക്കുള്ള ആനുകൂല്യം, പ്രത്യേകിച്ച് ഇപ്പോൾ വൈദ്യുതി, സാധാരണ ഒരു വീട്ടിലേക്ക് ലഭിക്കുന്ന കണക്ഷനും കൺസ്യൂമർ നമ്പറിൽ ആ താരിഫും ഒരു കൃഷി ഫാമിലേക്ക് വരുന്ന നെൽകൃഷി ആയിക്കോട്ടെ മറ്റെന്ത് അനുബന്ധ കൃഷി ആയിക്കോട്ടെ അവിടേക്ക് ലഭിക്കുന്ന കൺസ്യൂമറിൻ്റെ താരിഫും വ്യത്യാസമുണ്ട്. അവിടെ കൃഷിയായി അംഗീകരിച്ചാൽ അതിന് ചില സബ്സിഡികൾ നൽകുന്നുണ്ട്. അത് കോഴി വളർത്തുന്ന മേഖലയിൽ നൽകുന്നില്ല, എന്നാൽ മറ്റു മേഖലയിലൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരു വായ്പ എടുക്കുകയാണ്, സഹകരണ സ്ഥാപനങ്ങളായിക്കോട്ടെ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലായിക്കോട്ടെ വായ്പ എടുക്കുമ്പോൾ കൃഷിയുടെ ആ പരിരക്ഷയിൽ നിന്നുകൊണ്ട് വായ്പ മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. എന്നാൽ ഇതിലൊന്നും ഞങ്ങളെ ആശ്രയിക്കുന്നില്ല, ഞങ്ങളെ സഹായിക്കുന്നില്ല. മറിച്ച് കേരളത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മാംസ്യാഹാരമായി ഉപയോഗിക്കുന്നത് കോഴിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാംസ്യാഹാരം ഉപയോഗിക്കുന്നത് കോഴിയാണ്. കൊളസ്ട്രോൾ ലെസ്സാണ്, അതിന് പല ഗുണങ്ങളുമുണ്ട്. ഇന്ത്യയിലെ ശരാശരി കോഴി മാംസ ഉപയോഗം ശരാശരി 7 കിലോ ആണ് ഒരു മനുഷ്യൻ ഒരു ദിവസം ഉപയോഗിക്കുന്നത്. ശരാശരി വെജിറ്റേറിയൻസൊക്കെ ഉണ്ട്, ശരാശരി ഞാൻ പറയുന്നത്. എന്നാൽ കേരളത്തിൽ അതിൻ്റെ റേറ്റ് 9 കിലോ മുതൽ 12 കിലോ വരെയാണ്. കേരളത്തിൽ ശരാശരി മനുഷ്യൻ്റെ ഉപയോഗത്തിൽ ഒരാൾ 9 കിലോ മുതൽ 12 കിലോ വരെ കോഴി ഇറച്ചി ഒരു വർഷം ഉപയോഗിക്കുന്നു, മാംസാഹാരമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൽ മറ്റേത് വ്യവസായത്തെക്കാളും കൃഷിയെക്കാളും വാർഷിക ടേൺ ഓവർ ലഭിക്കുന്ന വരുമാനം സർക്കാരിന് കിട്ടുന്നതാണ് കോഴി വളർത്തുന്നത്. പക്ഷേ ഇതിന് സർക്കാർ ഒരു നയാ പൈസ പോലും ഇന്ന് വരെ കോഴി കർഷകർക്ക് സഹായമായിട്ടോ ആ ഫേമിനായിട്ടോ നൽകുന്നില്ല. അപ്പം ഞങ്ങൾ അടിയന്തരമായ ആവശ്യം കോഴി വളർത്തലിനെ കൃഷിയായി അംഗീകരിക്കുക, മറ്റു കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ കോഴി കർഷകർക്കും നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ നേരത്തെ സൂചിപ്പിച്ചു ടാക്സ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഈ ഭരണം, ഞങ്ങൾ ഒരു ഭരണത്തെ ഇറക്കുവാനോ മറ്റൊരു ഭരണത്തെ കയറ്റുവാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും രാഷ്ട്രീയക്കാരുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ വിരോധമോ തീർക്കാൻ വേണ്ടിയല്ല, ഞങ്ങൾ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സെക്രട്ടറി മാർച്ച് നടക്കുന്നത്. ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ സർക്കാർ അംഗീകൃത ഏജന്റുമാരും എഞ്ചിനീയേഴ്സും അതിൻ്റെ കൺസ്ട്രക്ഷൻ ടാക്സ് ഒരു സ്ക്വയർ ഫീറ്റിന് 200 രൂപയാണ് ഒരു ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണ നികുതിയായിട്ട് കാണുന്ന ഒരു സ്ക്വയർ ഫീറ്റിന്. എന്നാൽ ആഡംബര കെട്ടിടങ്ങൾ 5 സ്റ്റാർ ഹോട്ടൽ ആയിക്കോട്ടെ, അതുപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിക്കോട്ടെ, അതിനൊക്കെ 700-800 രൂപയാണ് ആവറേജ് കാണുന്നത്. ഞങ്ങൾക്ക് വളരെ സങ്കടത്തോടു കൂടി ഗവൺമെന്റിനെയും ബന്ധപ്പെട്ട് അറിയിക്കാറില്ല. ഞങ്ങളുടെ കോഴി ഷെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരും കണ്ടു കാണും. മാക്സിമം 4 കാലും അതിൻ്റെ സൈഡിൽ ഒരു മുട്ടറ്റം ഉയരത്തിൽ ഓളോ ബ്രിക്സ് കൊണ്ടോ മറ്റുള്ളോ കെട്ടി മുകളിൽ ടാർപ്പാളിനോ അല്ലെങ്കിൽ വീട്ടിലെ പഴയ ഭാര്യയുടെ സാരിയോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ കീറിപ്പൊളിഞ്ഞ ടാർപ്പാളിനോ ഒക്കെ കെട്ടിയുണ്ടാക്കുന്ന താൽക്കാലിക ഷെഡുകളാണ്. ആ ഷെഡിന് ഗവൺമെന്റ് നിർമ്മാണ നികുതിയായി നിർമ്മാണത്തിന് വരുന്ന ചെലവ് 780 രൂപയാണ്. എന്തൊരു വിരോധാഭാസമാണ്. ഇവിടെ ഈ ബിൽഡിംഗ്, ഇപ്പോൾ അപ്പുറത്ത് ഏത് ബിൽഡിംഗ് ആണെങ്കിലും ഒരു ബിൽഡിംഗ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ടാക്സ് കണക്കാക്കുന്നത് മാക്സിമം 800 രൂപയാണെങ്കിൽ ഞങ്ങളെ കോഴി കർഷകരുടെ ഫാമിന് നിർമ്മാണ ചെലവായി കാണുന്നത് 780 രൂപ. അങ്ങനെ 780 രൂപ അസസ് ചെയ്യുമ്പോൾ അതിനെ മൊത്തം പ്ലിന്ത് ഏരിയ അളന്നിട്ട് അതിന് നിർമ്മാണത്തിന് ഇത്ര ലക്ഷം രൂപ ചെലവ് വരുന്നു എന്നും അതിൻ്റെ 1% ലേബർ സെസ്സായിട്ട് കർഷക നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടുന്ന അവരുടെ ഫണ്ടിലേക്ക് നൽകണമെന്നുമാണ്. അപ്പോൾ ഒരു ഷെഡ് ഉണ്ടാക്കുമ്പോൾ 10,000-ൽ കൂടുതലായ രൂപ റവന്യൂ ഇനത്തിൽ ഒരൊറ്റ തവണ ഞങ്ങൾ ടാക്സ് അടക്കണം. പിന്നെ പ്ലിന്ത് ഏരിയയ്ക്ക് അനുസരിച്ച് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സ് വർഷാവർഷം അടയ്ക്കണം. വർഷാവർഷം അടക്കുന്ന ടാക്സിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. സ്വാഭാവികമായിട്ടും അതിന് പരിഗണന നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അടക്കാൻ തയ്യാറാണ്. മറിച്ച് ഈ നിർമ്മാണ നികുതി, നിർമ്മാണ
ചെലവ് കണക്കാക്കി വൺസ് ഇൻ എ ലൈഫ് ഈടാക്കുന്ന ടാക്സ് അതിഗംഭീരമാണ്. അത് ഒഴിവാക്കി തരണമെന്നാണ് മറ്റൊരു ഇതിൽ. പിന്നെ നിങ്ങളറിയാം, ഇവിടെ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഇത്ര കുട്ടികൾക്ക് ഇത്ര ക്ലാസ് റൂം, യു പി സ്കൂളാണെങ്കിൽ 36 വരെ, എൽ പി സ്കൂളാണെങ്കിൽ 36 വരെ, യു പി സ്കൂളാണെങ്കിൽ 40 കുട്ടികൾ, അങ്ങനെ അതിന്റെ റേറ്റ് വ്യത്യാസമുണ്ട്. എന്നാൽ 10 കോഴികളെ വളർത്തുന്നതിന് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പിന്റെ ഏജൻസി 40 സ്ക്വയർ ഫീറ്റ് ഏരിയ വേണമെന്നാണ്. 10 കുഞ്ഞുങ്ങളെ എൽ കെ ജിയിലേക്കോ യു പി സ്കൂളിലേക്കോ എൽ പി സ്കൂളിലേക്കോ വിടാൻ അത്ര സ്പേസ് വേണമെന്ന് പറയുന്നില്ല. 36 മുതൽ 40 കുട്ടികൾ വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് റൂമിന് 20 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ. എന്നാൽ അത്രയും കോഴികളെ വളർത്തണമെങ്കിൽ അതിനേക്കാൾ സ്പേസ് വേണമെന്നാണ് ഒരു വിരോധാഭാസം. എങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇഷ്ടം പോലെ ആളുകൾ കോഴി കഴിക്കുകയാണ്. ഇവിടെ കോഴി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന എത്ര സ്ഥലമുണ്ട്? ഗവൺമെന്റ് തലത്തിൽ, പ്രൈവറ്റ് തലത്തിൽ എത്രയുണ്ട്? മുട്ട എഗ്ഗ് വിരിയിക്കുന്ന എന്ത് സംവിധാനമാണ് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ളത്? ഞങ്ങൾ ഇപ്പോഴത്തെ ഗവൺമെന്റിനെ മാത്രമല്ല, എല്ലാ ഗവൺമെന്റും ഇക്കാര്യത്തിൽ ഈ രംഗത്ത് വളരെ പിന്നോക്കമാണ്. ഒരു സർക്കാർ തലത്തിലുള്ള കോഴി കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഹാച്ചറിംഗ് യൂണിറ്റ് കാര്യമായി നടക്കുന്ന എവിടെയാ? പേരിന് പലയിടത്തും ഉണ്ടാവും, ഒന്നും നടക്കുന്നില്ല. നമ്മൾ തമിഴ്നാട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ ആശ്രയിച്ച് അവിടെ നിന്ന് മാക്സിമം 10 രൂപയിൽ ഉൽപാദന ചെലവുള്ള ഒരു കോഴിക്കുഞ്ഞിനെ കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ ഇപ്പോൾ 48 രൂപ മുതൽ 50 രൂപ വരെ ഒരു കുഞ്ഞിന് വിലയായി നൽകേണ്ട ഗതികേടിലാണ് കേരളത്തിലെ കർഷകർ. ഒരു കുഞ്ഞ് 1 2 മാക്സിമം 2-ാം ദിവസത്തിലേക്ക് പിരിഞ്ഞ ശേഷം 1 ദിവസത്തിനകം ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ 2 ദിവസം. ആ 2 ദിവസമായ പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിനെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ കർഷകർക്ക് ലഭിക്കുമ്പോൾ 50 രൂപ വരെ മുകളിലേക്കാണ് കൊടുക്കേണ്ടത്. അങ്ങനെ 50 രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു കുഞ്ഞിനെ 42-43 ദിവസം അതിന് തീറ്റയും അതിന് വൈദ്യുതിയും അതിന് വേണ്ടുന്ന മറ്റു പോഷകാഹാരങ്ങളും മെഡിസിൻസും ഒക്കെ നൽകി പോറ്റി വളർത്തിയിട്ട് അത് വിൽപ്പന നടത്തുമ്പോൾ മാക്സിമം 2 കിലോ 2,200 ഉണ്ടാവുക. ഇപ്പോൾ ഫാം റേറ്റ് ഈയിടെ കുറച്ച് കൂടിയെങ്കിലും ഇവിടെ 50 രൂപ 60 രൂപ വരെ ഫാം റേറ്റ്. 1 കിലോ കോഴിക്ക് ഫാമിൽ നിന്ന് പിടിക്കുമ്പോൾ 50 രൂപ മുതൽ 60 രൂപ വരെ വില വന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്താണ് 50 രൂപയോളം വില വരുന്ന കുഞ്ഞിനെ വാങ്ങിയിട്ട് വളർത്തി വലുതാക്കി മാക്സിമം 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് വളർത്തി വലുതാക്കുന്ന കർഷകന്റെ അവസ്ഥ നമ്മളൊക്കെ എല്ലാവരും, ഒട്ടുമിക്ക ആളുകളും എവിടെന്നെങ്കിലും കോഴി ഇറച്ചി മാംസം കഴിക്കുന്നുണ്ടാവും. ഇതെങ്ങനെയാണ് ഈ കോഴി ഇറച്ചി അല്ലെങ്കിൽ മാംസം നമ്മൾ കഴിക്കുന്ന പ്ലേറ്റുകളിലേക്ക്, നമ്മുടെ മുമ്പിലേക്ക്, വിഭവത്തിലേക്ക് എത്തുന്നത് എന്ന് ചിന്തിച്ചു പോകുമ്പോഴാണ് ഇതിന്റെ പ്രയാസങ്ങൾ അറിയുന്നത്. ഇത് ഈ കർഷകർ ഒരു മര്യാദക്ക് അവരവരുടെ കുടുംബജീവൻ നയിക്കാൻ കഴിയില്ല. കാരണം കോഴി ഫാമിൽ നിൽക്കുന്നവന് നാറ്റം കൊണ്ട് മണുത്തുകൊണ്ട് അവനൊരു മര്യാദക്ക് വസ്ത്രം ധരിച്ച് ഒരു ചടങ്ങിന് പോകാൻ കഴിയില്ല. വീട്ടിൽ പോയി ഭാര്യയോടോ മക്കളോടോ ഇടപഴകുമ്പോഴും അച്ഛനെ കോഴി കാഷ്ടത്തിന് മണം ഉണ്ടാകുന്നു, അച്ഛന് ഇവിടെ കയറരുത്, മരുമകളുടെ അടുത്തേക്ക് അച്ഛൻ വരരുത് എന്ന രീതിയിൽ ഞങ്ങളെ ആട്ടി ഓടിക്കുന്ന അവസ്ഥയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നത്. കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തിക ക്ഷീണം. ഒട്ടുമിക്ക ആളുകളും വിദേശ ജോലി നഷ്ടപ്പെട്ട് വന്നവരാവാം. സ്വന്തം പേരിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെയൊക്കെ കെട്ടുതാലി അടക്കം പണയപ്പെടുത്തിയിട്ടോ പ്രമാണങ്ങൾ പണയപ്പെടുത്തിയിട്ടോ വായ്പ എടുത്ത് ഫാം നടത്തിയവരാവാം. ഇവരൊക്കെ വാർഷികമായി അതാത് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണം അടക്കാൻ കഴിയാതെ വന്ന കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 18 കോഴി കർഷകർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. വേറെ കുടുംബ പ്രശ്നം ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ അതിർത്തി തർക്കമോ മുതൽ തർക്കമോ ഉണ്ടായിട്ടല്ല, മേടിച്ച ധനകാര്യ സ്ഥാപനങ്ങളിൽ അവർക്ക് ലോൺ തിരിച്ചടക്കാൻ കഴിയാത്തതിനാൽ കുടുംബത്തിൽ നിന്ന് ആട്ടിയിറക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ അധിക്ഷേപിക്കുന്നു, സമൂഹത്തിൽ നിന്ന് ഞങ്ങളെ അധിക്ഷേപിക്കുന്നു. ഇവർക്കൊക്കെ വേണം കോഴിയിറച്ചി കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അവസ്ഥ ദയനീയമാണ്. ആ രീതിയിൽ കോഴി കർഷകരുടെ ആവശ്യങ്ങൾ, പിന്നെ അടിസ്ഥാന വില, ഈ വിലയിൽ ഇപ്പൊ നെല്ലിനൊരു അടിസ്ഥാന വിലയുണ്ട്. അതുപോലെ കേരളത്തിലെ ഒട്ടുമിക്ക കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അടിസ്ഥാന വിലയുണ്ട്. കോഴി ഇറച്ചിക്ക് ഒരടിസ്ഥാന വിലയും ഒരു കാലത്തും ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നില്ല, അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല. ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയിൽ കോഴിയിറച്ചി കൊടുക്കണമെന്നാണ്, ഞങ്ങൾ വില കൂട്ടണമെന്നല്ല ഞങ്ങൾ ആവശ്യം. ഇവിടെ ആളുകൾക്ക് അതിന്റെ ഗുണഭോക്താക്കൾക്ക് എത്രത്തോളം കുറഞ്ഞ വിലക്ക് കോഴിയിറച്ചി കൊടുക്കാൻ കഴിയുമോ അതിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇപ്പൊ കേരള ചിക്കൻ ആയിക്കോട്ടെ, ബ്രഹ്മഗിരി ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന കോഴിക്കുഞ്ഞും അതിന്റെ തീറ്റയും മറ്റുള്ളതൊക്കെ വില കുറച്ച് കിട്ടിയാലേ ഉള്ളൂ ഇത് കൃഷി ചെയ്ത് തിരിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. 100 രൂപക്ക് കിട്ടുന്ന അല്ലെങ്കിൽ 50 രൂപ കിട്ടുന്ന ഒരു കോഴിക്കുഞ്ഞിനെ വളർത്തി വലുതാക്കി 60 രൂപക്ക് വിൽക്കുകയാണെങ്കിൽ ഈ കർഷക രംഗത്ത് ആരുണ്ടാകും? അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കേരളത്തിലകത്ത്. പിന്നെ മറ്റൊന്ന്,
ബേഡ്സ് അഥവാ വിൽപ്പനയ്ക്ക് പ്രാപ്തമായ കോഴികളെ അന്യസംസ്ഥാനത്ത് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഏത് ചെക്ക് പോസ്റ്റിലാണ് ഈ കോഴികൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പക്ഷിപ്പനി ഉണ്ടായിരുന്നു, മറ്റു രോഗങ്ങളുണ്ടായിരുന്നു. ഈ രോഗങ്ങളുള്ള സമയത്തായിക്കോട്ടെ അവർ നോംസ് വെച്ച രീതിയിൽ കോഴിക്കുഞ്ഞുങ്ങളെയോ കോഴിയെയോ ബന്ധപ്പെട്ട ചെക്ക് പോസ്റ്റിൽ ഉദ്യോഗസ്ഥരും അതിന് എക്സ്പെർട്ടായ ഡോക്ടേഴ്സും ഒക്കെ പരിശോധിച്ച് കേരളത്തിലേക്ക് കടത്തിവിടുന്നത് ഇല്ല. നിങ്ങളൊക്കെ കണ്ടാൽ എത്ര തവണ താറാവ് കൂട്ടങ്ങൾ ചത്തൊടുങ്ങി. ആലപ്പുഴയിലെ കർഷകർ അതിന് ആത്മഹത്യ വരെ എത്തി. അതൊക്കെ എന്തോ അപ്പുറം കേരളത്തിൽ നിന്ന് പുറത്തു നിന്ന് വെളിയിൽ നിന്ന് വരുന്ന കോഴി പക്ഷികളായിക്കോട്ടെ താറാവിൻ്റെ കുഞ്ഞുങ്ങളായിക്കോട്ടെ അതിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളുടെ വ്യാപനമാണ്. അങ്ങനെയുള്ള അതിനൊരു സംസ്ഥാന തലത്തിലുള്ള നിയമം ചെക്ക് പോസ്റ്റുകളിൽ പ്രാബല്യത്തിൽ വരുത്തേണ്ടതുണ്ട്, പ്രായോഗികമായിട്ട് നടപ്പിലാക്കേണ്ടത്. അതുമാണ് ഞങ്ങളുടെ മറ്റുള്ളത്. പിന്നെ ടാക്സ് ഒരു നിബന്ധനയുമില്ലാതെ ഒരു മാനദണ്ഡവുമില്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിക്കോട്ടെ 8 രൂപ മുതൽ 28 രൂപ 30 രൂപ വരെ ഒരു സ്ക്വയർ ഫീറ്റ് ടാക്സ് വാങ്ങാൻ നോംസിലുണ്ട്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണത്തിലെ നിയമത്തിലുണ്ട്. പക്ഷെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറിയിലാണ് നമ്മുടെ കോഴി ഫാമുകൾ നിർദ്ദേശിക്കുന്നത്. എന്നാൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പരമാവധി ടാക്സ് ഈടാക്കുന്ന പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ മറിച്ചുള്ള കൃഷിക്കോ മറ്റുള്ള രീതിയിലോ ഒന്നും ഒരു നിബന്ധനയുമില്ലാതെ ഏത് കാലഘട്ടങ്ങളിലും കോഴി കർഷകരുടെ നെഞ്ചത്ത് കയറുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കേരളത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലുമുള്ള കോഴി കർഷകർ, കോഴി വളർത്തുന്ന മുതലാളിമാരല്ല, കോഴി രംഗത്ത് അന്യ സംസ്ഥാന ലോബികളുണ്ട്. അവരിപ്പോൾ കേരളത്തിലേക്ക് ഒരു തവണ അപ്പോൾ എത്ര കോഴിക്കുഞ്ഞുങ്ങൾ കേരളത്തിലേക്ക് ഒരു ദിനം വന്നു എന്നുള്ളത് അവരുടെ അപ്ഡേഷൻ ഉണ്ട്, അവരുടെ സിസ്റ്റത്തിലുണ്ട്. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ അവർ വില പൊട്ടിക്കുന്നതും വില ഉയർത്തുന്നതും അവരൊരു കലയായിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു ദിവസം 1,00,000 കോഴിക്കുഞ്ഞുങ്ങൾ കേരളത്തിലേക്ക് ഇറങ്ങി എന്ന് തമിഴ്നാട് ലോബിക്ക് അറിഞ്ഞാൽ അവർ ഈ 40 ദിവസം കഴിയുമ്പോൾ ഈ കോഴികളൊക്കെ ബേഡ്സായി വിൽപ്പന നടത്തേണ്ട പ്രാപ്തിയിലേക്ക് എത്തും. അതവർക്കറിയാം. ആ 40-ാം ദിവസം അവരെന്ത് ചെയ്യും? യഥേഷ്ടം കോഴി ബേഡ്സിനെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് നമ്മുടെ ഫാമുകളിൽ വളർന്ന് വലുതാക്കി മാംസാഹാരത്തിന് ഉപയോഗിക്കേണ്ട പരുവത്തിൽ എത്തിയ കോഴികൾക്ക് വില ഇടിക്കും. കർഷകന് ആ രീതിയിൽ പ്രയാസം ഉണ്ടാവും. അന്ന് വിൽക്കേണ്ട സമയത്ത് പരമാവധി തമിഴ്നാട്ടിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ ബേഡ്സിനെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യും. ഒരു ഗവൺമെന്റും ഒരു ചെക്ക് പോസ്റ്റും ഈ ബേഡ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എൻട്രി ടാക്സ് വാങ്ങുന്നില്ല, സർക്കാർ നികുതികൾ ഒന്നും വാങ്ങുന്നില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സഹായിച്ചും സഹകരിച്ചും അതിലെ പിൻവാതിലൂടെ കോടിക്കണക്കിന് കോഴികൾ അതാത് സമയങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഇവിടെ വില ഇടിവും അതേസമയത്ത് ഇവിടെ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ പരമാവധി വില ഹൈക്കും ഉണ്ടാക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും കേരളത്തിലെ ഗവൺമെന്റിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഇല്ല. ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് തുടങ്ങുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് കർഷകർ പങ്കെടുക്കും. അത് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്, നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അത് ചീഫ് ഗസ്റ്റായിട്ട് പങ്കെടുക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അതുപോലെ മറ്റൊരു ഗസ്റ്റായിട്ട് പങ്കെടുക്കുന്നത് V മുരളീധരൻ സാറാണ്. എല്ലാ രാഷ്ട്രീയ രംഗത്തും ഞങ്ങൾ പരമാവധി ഭരണപക്ഷത്തെ ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. ആ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് വിചാരിച്ചാലേ നടക്കൂ. ഏകദേശം 4 ലക്ഷത്തോളം കോഴിഫാം കർഷകരുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 12 ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ ഒരു മേഖലയുമായി സഹകരിച്ച് പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിഞ്ഞ് ഗവൺമെൻറ്റുമായുള്ള നമ്മൾ കൊടുത്ത പരാതികൾക്ക് ഒരു തീരുമാനമാകുന്നില്ല എങ്കിൽ ഈ മുഴുവൻ കോഴിഫാം കർഷകരെയും കർഷക സംഘടനകളും ചേർന്ന് നിന്നുകൊണ്ട് ഈ ഇലക്ഷൻ സമയത്ത് ഏത് രൂപത്തിലാണ് തീരുമാനിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഈ ഇലക്ഷൻ ബഹിഷ്കരിക്കുന്ന രൂപത്തിലേക്കോ ഒക്കെ നീങ്ങേണ്ട ഒരു അസന്നിഗ്ധ ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുകൂടെ ഈ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് വരുന്ന സമയത്ത് ദൃശ്യ മാധ്യമങ്ങളെ അറിയിക്കുകയാണ്. ഈ കോഴിഫാം കാർഷിക മേഖലയിൽ ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ മുഴുവൻ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും അതോടൊപ്പം തന്നെ ഒരു ചർച്ചയിലേക്കോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇതിലൊരു വാർത്ത ഒരു പ്രാധാന്യത്തോടു കൂടിയിട്ട് കൊടുക്കുന്ന തരത്തിലേക്ക് എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് വളരെ താഴ്മയോട് കൂടിയിട്ട് കോഴിഫാം സംഘടനകൾക്ക് വേണ്ടിയിട്ട് KPFA ഭാരവാഹി എന്നുള്ളതിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.